Hi friends, welcome to Garam Masala, the magic spices of cooking. Chicken spring roll. ഇന്ന് നമുക്ക് റെഡിമെയ്ഡ് പേസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ചിക്കൻ സ്പ്രിംഗ് റോൾ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ചിക്കൻ 250 ഗ്രാം, സവാള 1.5 കപ്പ്, പച്ചമുളക് 3 എണ്ണം ചോപ്പ് ചെയ്തത്, ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കറിവേപ്പില, മല്ലിയില, മൈദ 2 ടേബിൾ സ്പൂൺ, സ്പ്രിംഗ് റോൾ പേസ്ട്രി 10 എണ്ണം, ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത് ഉപ്പ്. ആദ്യം നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ചിക്കനെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം. അതിനുശേഷം ഇതിനെ ഷ്രെഡ് ചെയ്തെടുക്കണം. ഇനി ചൂടായ പാനിലോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഈ സവാള നല്ല സോഫ്റ്റായി വരണം. ഇനി നമുക്കിതിലോട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായി നമുക്ക് മല്ലിയില, ഗരം മസാല ഇവ കൂടെ സ്പ്രിങ്കിൾ ചെയ്യാം. ഇതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രിംഗ് റോൾ ഒട്ടിച്ചെടുക്കാനുള്ള ഗം തയ്യാറാക്കാം. ഇതിനുവേണ്ടി മൈദയിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതിനെ ഒരു തിക്ക് ബാറ്ററാക്കി മാറ്റണം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്പ്രിംഗ് റോളിനെ അസംബിൾ ചെയ്തെടുക്കാം. സ്പ്രിംഗ് റോൾ പേസ്ട്രിയുടെ ഒരു കോർണറിലായി 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെക്കാം. ഇനി നമുക്കിതിനെ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെയാണ് റോൾ ചെയ്യേണ്ടത്. ഒന്ന് മടക്കിയതിന് ശേഷം ഇതിൻ്റെ എഡ്ജസിലെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗം തേച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്കിതിനെ മടക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പ്രിംഗ് റോൾ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത സ്പ്രിംഗ് റോൾ കൂടെ തയ്യാറാക്കിയെടുക്കാം. റെഡിമെയ്ഡ് സ്പ്രിംഗ് റോളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ റെഡിമെയ്ഡ് സ്പ്രിംഗ് റോളിനെ 4-5 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ നിന്നും പുറത്ത് വെച്ച് ഡീഫ്രീസ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് നന്നായി റോൾ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മുടെ എല്ലാ സ്പ്രിംഗ് റോളും ഫ്രൈ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ സ്പ്രിംഗ് റോളായി ചേർത്ത് കൊടുക്കാം. നമ്മൾ സ്പ്രിംഗ് റോൾ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എണ്ണ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് ഇതിനെ നല്ല ക്രിസ്പി ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്നും മാറ്റാം. ഇതിനൊരു കിച്ചൺ ടിഷ്യൂയിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ക്രിസ്പി ചിക്കൻ സ്പ്രിംഗ് റോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ ചില്ലി ആൻഡ് ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. Thank you.